താരിച്ചരടിലെ 3 കെട്ടുകൾ വീഴുമ്പോൾ മഹിമയുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കാത്ത കല്യാണം. നാട്ടുകാരും വീട്ടുകാരും ഭ്രാന്തൻ അഭിരാം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുടെ ഭാര്യയാണ് താനിപ്പോൾ. നിഷ്കളങ്കയായ, ലോകവിവരമില്ലാത്ത തന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിട്ടത് സ്വന്തം വീട്ടുകാർ തന്നെയാണ്. മതി, ഇനി ആരും കാണാതെ കരഞ്ഞോണ്ട് നിൽക്കാതെ വണ്ടിയിൽ കയറാൻ നോക്ക് പെണ്ണെ. അഭിരാമിൻ്റെ ചിറ്റമ്മ സുമതിയുടെ ദാക്ഷിണ്യമില്ലാത്ത ശബ്ദം മഹിമയെ ഞെട്ടിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം മഹിമയുടെ കൈകൾ വിറക്കുകയായിരുന്നു. വണ്ടിയുടെ അറ്റത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി പൂച്ചക്കുട്ടികളെ പോലെ എന്തൊക്കെയോ പെറുപിറുത്ത് കൈവിരലുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിരാം. മുഷിഞ്ഞ താടിയും വെട്ടി ഒതുങ്ങാത്ത മുടിയും ഒന്നിനും കൊള്ളാത്തവനെന്ന പോലെയുള്ള ആ ഇരിപ്പും കണ്ടപ്പോൾ മഹിമക്ക് സങ്കടം ഇരട്ടിച്ചു. വളരെ വലിയൊരു തറവാടായിരുന്നു അഭിരാമിൻ്റേത്. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം കാർമേഘം മൂടിക്കിടക്കുന്നത് പോലെയായിരുന്നു. വലിയ കോടീശ്വരനായിരുന്ന രാഘവമേനോൻ്റെയും ദേവികയുടെയും ഏകമകൻ. അവർ ഒരു കാർ അപകടത്തിൽ മരിച്ചതിനു ശേഷമാണ് അഭിരാമിന് ഭ്രാന്തിളകിയതെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. ഇപ്പോൾ സ്വത്തെല്ലാം ഭരിക്കുന്നത് ചിറ്റമ്മ സുമതിയും അവരുടെ മകൻ വിനയനുമാണ്. അന്ന് രാത്രി ഒരു മൺവിളക്കിൻ്റെ വെളിച്ചം മാത്രമുള്ള ആ പഴയ മുറിയിലേക്ക് മഹിമ കടന്നു ചെന്നു. ആ മുറിയിൽ ഒരു വലിയ ഇരുമ്പ് ചങ്ങല തറയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവൾ ഭയന്നുപോയി. പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിൽ നിന്നും ആരെങ്കിലും പേടിക്കുന്ന ശബ്ദം കേട്ടു. നോക്കുമ്പോൾ അഭിരാം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്നെ അടിക്കല്ലേ, ഞാൻ അനുസരണയുള്ള കുട്ടിയാകാം സുമതിയമ്മേ, അടിക്കല്ലേ. അഭിരാം തലയിൽ കൈവച്ച് നിലവിളിച്ചു. മഹിമയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന പാലിൻ്റെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവൾ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ആ കണ്ണുകളിൽ ഭ്രാന്തല്ല, മറിച്ച് ഏതോ വലിയ ഭയത്തിൻ്റെ നിഴലാണെന്ന് അവൾക്ക് തോന്നി. അഭിരാമേട്ട, ഞാൻ നിങ്ങളെ അടിക്കില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയാ മഹിമ, അവൾ ആർദ്രമായി പറഞ്ഞു. അഭിരാം പതിയെ കൈകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിഷ്കളങ്കമായ മുഖവും ഈർപ്പമുള്ള കണ്ണുകളും കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അടുത്ത ക്ഷണം അവനൊരു കുട്ടിയെപ്പോലെ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന വളകളിൽ തൊട്ടു നോക്കി. ഭാര്യയോ? അതെന്താ സാധനം? തിന്നാൻ പറ്റുമോ? എനിക്ക് വിശക്കുന്നു. മഹിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ ആ പാലിൻ്റെ ഗ്ലാസ് എടുത്ത് അവൻ്റെ ചുണ്ടുകളോട് ചേർത്തു. അവനത് ആർത്തിയോടെ കുടിച്ചു തീർത്തു. ചുണ്ടിൽ പറ്റി പിടിച്ച പാൽത്തും മഹിമ തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് പതിയെ തുടച്ചു കൊടുത്തപ്പോൾ അഭിരാമിൻ്റെ ശ്വാസമൊന്ന് നിലച്ചു. അവൻ അറിയാതെ അവളുടെ കൈത്തണ്ടை മുറുകെ പിടിച്ചു. ആ സ്പർശനത്തിൽ ഒരു ഭ്രാന്തൻ്റെ വിറയലല്ല, മറിച്ച് ഒരു പുരുഷൻ്റെ തീഷ്ണതയാണ് മഹിമക്ക് അനുഭവപ്പെട്ടത്. അവൾ തിരികെ നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണുകൾ മാറ്റി തറയിലേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. ആ രാത്രി മുറിയുടെ ഒരു മൂലയിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന ഭർത്താവിനെ നോക്കി തൻ്റെ വിധി ഓർത്ത് കരഞ്ഞു തീർക്കുകയായിരുന്നു മഹിമ. ദിവസങ്ങൾ കടന്നുപോയി. മഹിമക്ക് ആ വീട് ഒരു നരകമായി മാറുകയായിരുന്നു. ഒരു വേലക്കാരിയെ പോലെയാണ് സുമതിയും വിനയനും അവളോട് പെരുമാറിയത്. എടി, ആ ഭ്രാന്തൻ്റെ ഒപ്പിട്ട പേപ്പർ എവിടെ? നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആ ഭ്രാന്തനെ നോക്കാൻ മാത്രമല്ല, അവൻ്റെ പേരിൽ ഇനിയുള്ള ലാൻഡ് സ്വന്തമാക്കാനാണ്. നീ എങ്ങനെയെങ്കിലും അവൻ്റെ തള്ളവിരലിൻ്റെ അടയാളം ഇതിൽ വാങ്ങിത്തരണം. വിനയൻ മഹിമയുടെ കൈക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിച്ചു. വിട് വിനയേട്ടാ, വേദനിക്കുന്നു. എനിക്ക് ഇതിനൊന്നും പറ്റില്ല. മഹിമ കരഞ്ഞുകൊണ്ട് കൈ വിടുവിക്കാൻ നോക്കി. പറ്റില്ലെന്നോ? ഭ്രാന്തനെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. അവനെ ജീവനോടെ വിട്ടിരിക്കുന്നത് തന്നെ ഈ സ്വത്ത് എഴുതി വാങ്ങിക്കാനാണ്. അത് കഴിഞ്ഞാൽ വിനയൻ ക്രൂരമായി ചിരിച്ചു. പെട്ടെന്ന് എവിടെ നിന്ന് ഓടിവന്ന അഭിരാം വിനയൻ്റെ കയ്യിൽ കടിച്ചു.
ആ ഡാ തെണ്ടിഭ്രാന്ത, വിടടാ, വിനയൻ നിലവിളിച്ചു. അവൻ അഭിരാമിനെ തള്ളി താഴെയിട്ടു. എന്നിട്ട് ചുവലിരുന്ന ഒരു വടിയെടുത്ത് അഭിരാമിനെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി. അടിക്കല്ലേ വിനയേട്ട, ദയവ് ചെയ്ത് അടിക്കല്ലേ. മഹിമ ഓടിച്ചെന്ന് അഭിരാമിൻ്റെ മേലേക്ക് വീണു. ആ അടികളെല്ലാം കൊണ്ടത് മഹിമയുടെ പുറത്തായിരുന്നു. മഹിമ വേദന കൊണ്ട് പുളഞ്ഞു. അഭിരാമിനെ അവന് നേരെ തിരിയാൻ സമ്മതിക്കാതെ അവർ പുറത്താക്കി മുറി പൂട്ടി. അന്ന് രാത്രി മഹിമ പുറത്തെ കഠിനമായ വേദനയോടെ കട്ടിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ അവൾ വേദന കൊണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. നിലത്ത് കിടന്നിരുന്ന അഭിരാം പതിയെ എഴുന്നേറ്റു. അവൻ്റെ ആ നടപ്പിൽ ഒരു ഭ്രാന്തൻ്റെ ലക്ഷണവും ഇല്ലായിരുന്നു. വളരെ ഗൗരവമുള്ള ദൃഢതയുള്ള ഒരു പുരുഷന്റെ ഭാവം. അവൻ പതിയെ കട്ടിലിനരികിലേക്ക് നടന്നു. മഹിമയുടെ പുറത്തെ ചോര പൊടിഞ്ഞ മുറിവിലേക്ക് അവൻ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൻ്റെ താടിയെല്ലുകൾ മുറുകി. അവൻ ഡ്രോയറിൽ നിന്ന് ഒരു ആയുർവേദ തൈലമെടുത്ത് കട്ടിലിൻ്റെ അരികിലിരുന്നു. വളരെ പതുക്കെ അവളുടെ ഡ്രസ്സ് അല്പം മാറ്റി അവൻ ആ മുറിവുകളിൽ വിരലുകൾ തൊട്ടു. മഹിമ വേദന കൊണ്ട് ഒന്ന് പിടഞ്ഞു. വേദനിക്കുന്നു, അവൾ ഉറക്കത്തിൽ പിറുപിറുത്തു. കുറച്ച് വേദനിക്കും മോളെ, ഇപ്പൊ മാറും കേട്ടോ, അവൻ വളരെ താഴ്ന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ പുറത്തെ മുറിവുകളിൽ അമരുമ്പോൾ ആ സ്പർശനം മഹിമക്കൊരു തണുപ്പായി മാറി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അർദ്ധബോധത്തിൽ അവൾ കണ്ടത് തനിക്കരികിലിരുന്ന് നെഞ്ചിരുകി തൻ്റെ മുറിവ് തുടക്കുന്ന കണ്ണു നിറഞ്ഞ അഭിരാമിനെയാണ്. അവൻ അവളുടെ മുറിവിലേക്ക് നോക്കി പതിയെ ഊതിക്കൊടുക്കുകയായിരുന്നു. ആ ചൂടുള്ള ശ്വാസം അവളുടെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ മഹിമക്ക് ആശ്വാസം തോന്നി. അവൾ അവനെ തടയാൻ നോക്കിയില്ല. മഹിമ അവൻ അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി. എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന ആ നാരദന്മാരുടെ അന്ത്യം അടുത്തെത്തിക്കഴിഞ്ഞു. അതുവരെ നിന്നെ സംരക്ഷിക്കാൻ ഈ ഭ്രാന്തനറിയാം. അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് മഹിമ തൻ്റെ മുഖം ഒതുക്കി വെച്ചു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി. ആ രാത്രി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മടിത്തട്ടിലാണ് താൻ കിടക്കുന്നതെന്ന് മഹിമ തിരിച്ചറിഞ്ഞു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മഹിമ ഒരു കാര്യം ശ്രദ്ധിച്ചു. തനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ സുമതിയും വിനയനും ഉപദ്രവിക്കാൻ നോക്കുമ്പോഴോ എങ്ങനെയെങ്കിലും അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒന്നുകിൽ വിനയൻ്റെ ഫോണിലേക്ക് അജ്ഞാതനായ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ വിനയൻ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റും. ഒരു ദിവസം രാത്രി മഹിമക്ക് ദാഹം തോന്നി വെള്ളം കുടിക്കാൻ താഴേക്ക് ഇറങ്ങിയതായിരുന്നു. പൂജാമുറിയുടെ വശത്തുള്ള വലിയ ഹാളിൻ്റെ അറ്റത്ത് ഒരു നിഴൽ കണ്ടു. കയ്യിൽ ഒരു ലാപ്ടോപ്പും വെച്ച് വളരെ ആത്മവിശ്വാസത്തോടെ ആരുടെയോ ഫോൺ കോളിന് മറുപടി നൽകുന്ന ഒരു പുരുഷരൂപം. മഹിമ ഭയത്തോടെയും അത്ഭുതത്തോടെയും പതിയെ അങ്ങോട്ട് നീങ്ങി. വെളിച്ചം ആ മുഖത്തേക്ക് വീണപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അത് അഭിരാമായിരുന്നു. മുടി ഒതുക്കി വെച്ച് കണ്ണട ധരിച്ച് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്ന അഭിരാം. അവൻ്റെ ഫോൺ സംഭാഷണം മഹിമയുടെ കാതുകളിൽ പതിച്ചു. യെസ് വിക്രം, ലണ്ടനിലെ നമ്മുടെ ഷെയറുകൾ എല്ലാം സുരക്ഷിതമല്ലേ? വിനയൻ വിചാരിച്ചിരിക്കുന്നത് മേനൻ ഗ്രൂപ്പിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവൻ്റെ കൂടെയാണെന്നാണ്. അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിൽ ഞാൻ നേരിട്ട് വരും. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്തത് ആ സുമതിയും വിനയനും കൂടിയാണെന്നതിൻ്റെ മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അവന്മാരെ ഞാൻ തെരുവിലെത്തിക്കും. മഹിമക്ക് ശ്വാസമടക്കി പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെ കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് താഴേക്ക് വീണു. അഭിരാം നെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ ഭയന്നു വിറച്ചു നിൽക്കുന്ന മഹിമയെ അവൻ കണ്ടു. ഒരു നിമിഷം അവൻ ഭ്രാന്തൻ്റെ അഭിനയം പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും മഹിമയുടെ കണ്ണുകളിലെ തിരിച്ചറിവ് കണ്ട് അവൻ അത് ഉപേക്ഷിച്ചു. അവൻ ലാപ്ടോപ്പ് മേശ പുറത്ത് വെച്ച് അവളുടെ അരികിലേക്ക് നടന്നു വന്നു. മഹിമ പിറകോട്ട് മാറി.
അഭിരാമേട്ട, നിങ്ങൾ... അതെ മഹിമ, നീ കാണുന്നതല്ല സത്യം. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. അവൻ അവളുടെ തോളുകളിൽ കൈവച്ചു. ഞാൻ ഭ്രാന്തനല്ല. എൻ്റെ മാതാപിതാക്കളെ സ്വത്തിന് വേണ്ടി കൊന്നതാണ് ആ സുമതിയും മകനും. അന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലക്ക് പരിക്കേറ്റു എന്നാണ് അവർ വിചാരിച്ചത്. ഞാൻ ഭ്രാന്തനായി അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ എന്നെയും കൊല്ലുമായിരുന്നു. എൻ്റെ പ്രതികാരത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. പിന്നെ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? എന്നെ ഈ നരകത്തിലേക്ക് വലിച്ചു വെച്ചതെന്തിനാ? മഹിമ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിരാം അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളിലേക്ക് ഒരുപാട് അടുത്തു നിന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. നിന്നെ ഈ വീട്ടിലേക്ക് സുമതി കൊണ്ടുവന്നത് എന്നെ ചതിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിന്റെ നിഷ്കളങ്കതയും എനിക്ക് വേണ്ടി നീ വാങ്ങിക്കൂട്ടി അടികളും കണ്ടപ്പോൾ ഈ അഭിരാമിൻ്റെ ഹൃദയത്തിൽ നീ കയറിക്കൂടി മഹിമ. ആദ്യമൊക്കെ ഒരു സഹതാപമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഐ ആം സോറി. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ കണ്ണുകളിലെ പ്രണയവും വന്യമായ ആഗ്രഹവും മഹിമ തിരിച്ചറിഞ്ഞു. അവൾ വിറക്കുന്ന ചുണ്ടുകളോട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് പേടിയാകുന്ന അഭിരാമേട്ട, അവർക്ക് നമ്മളെക്കുറിച്ചറിഞ്ഞാൽ. അഭിരാം ഒന്നും പറഞ്ഞില്ല. അവൻ അവളുടെ നടുവിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ഒട്ടിച്ചു നിർത്തി. അവളുടെ കാതോരം ചാഞ്ഞുകൊണ്ട് മന്ത്രിച്ചു. ഈ നെഞ്ചിൽ നിനക്കൊരിടം തന്നിട്ടുണ്ടെങ്കിൽ അത് തകർത്തുകൊണ്ട് നിന്നെ തൊടാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല പെണ്ണെ. അവൻ പതിയെ അവളുടെ കവിളുകളിൽ വിരലോടിച്ചു. എന്നിട്ട് അവളുടെ നെറ്റിയിലും കണ്ണുകളിലും ആർദ്രമായി ചുംബിച്ചു. മഹിമ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പോറ്റി. അവൾ കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. ആ രാത്രി അവർ തമ്മിലുള്ള അകലം പൂർണ്ണമായും ഇല്ലാതായി. മഹിമയും അഭിരാമും ഒരു പുതിയ ലക്ഷ്യത്തിനായി ഒന്നിച്ചു. അടുത്ത ദിവസം മുതൽ മഹിമയും അഭിരാമും ഒരു പുതിയ നാടകത്തിന് തുടക്കമിട്ടു. മുറമേക്ക് മഹിമ ഭ്രാന്തനായ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയും അഭിരാം ഒന്നും അറിയാത്ത കുട്ടിയുമായിരുന്നു. വിനയൻ്റെ കണ്ണു വെട്ടിച്ച് അവർ പരസ്പരം കൈമാറിയ നോട്ടങ്ങളിലും പുഞ്ചിരിയിലും ആരും കാണാത്ത പ്രണയം വിരിയുന്നുണ്ടായിരുന്നു. പക്ഷേ സുമതിയും വിനയനും തങ്ങളുടെ അവസാന തടവിന് തയ്യാറെടുക്കുകയായിരുന്നു. അമ്മേ, ആ ബോർഡ് മീറ്റിംഗ് അടുത്ത ആഴ്ചയാണ്. അതിനു മുമ്പ് ആ ഭ്രാന്തൻ ചാവണം. അവൻ്റെ പേരിൽ ഇനിയും ഒപ്പിടാത്ത കുറച്ച് വിദേശ അക്കൗണ്ടുകൾ ഉണ്ട്. അവൻ ചത്താൽ വംശപാരമ്പര്യമായി അത് എനിക്ക് കിട്ടും. വിനയൻ സുമതിയോട് പറയുന്നത് മഹിമ ഒളിച്ചു നിന്ന് കേട്ടു. അതിന് നമുക്ക് ആ മഹിമയെ ഉപയോഗിക്കാം. അവൾ കൊടുക്കുന്ന പാല് നമുക്ക് ആ വിഷം കലർത്താം. അപ്പോൾ പോലീസ് വിചാരിക്കും ഭാര്യ തന്നെ കൊന്നതാണെന്ന്. നമുക്കൊരൊറ്റ വെടിക്ക് 2 പക്ഷി. സുമതി ക്രൂരമായി ചിരിച്ചു. മഹിമയുടെ ചോര ഉറഞ്ഞുപോയി. അവൾ വേഗം മുറിയിലേക്ക് ഓടിയെത്തി അഭിരാമിനോട് കാര്യം പറഞ്ഞു. അഭിരാമിൻ്റെ മുഖത്ത് ഒരു തണുത്ത ചിരി വിരിഞ്ഞു. അവർ കളി തുടങ്ങിയല്ലേ? അങ്ങനെയെങ്കിൽ കളി തീർക്കുന്നത് ഞാനായിരിക്കും മഹിമ. അവർ തരുന്ന വിഷം കലർത്തിയ പാൽ നീ വാങ്ങി എൻ്റെ മുറിയിൽ കൊണ്ടുവെക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. നിന്റെ ഈ വിറയൽ മാറ്റാൻ എനിക്കറിയാം. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു ധൈര്യം നൽകി. അന്ന് രാത്രി പ്ലാൻ ചെയ്തതുപോലെ വിനയൻ ആ വിഷക്കുപ്പി സുമതിക്ക് നൽകി. സുമതി അത് പാലെ കലർത്തി മഹിമയുടെ കയ്യിൽ കൊടുത്തു. ഇതവന് കൊണ്ടുപോയി കൊടുക്ക്. മഹിമ വിറക്കുന്ന കൈകളോടെ ആ പാൽ ഗ്ലാസ് വാങ്ങി മുകളിലേക്ക് നടന്നു. വിനയനും സുമതിയും താഴെ നിന്ന് അത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ ഉടൻ അഭിരാം ആ പാൽ ഗ്ലാസ് വാങ്ങി ജനലിലൂടെ പുറത്തേക്ക് കളഞ്ഞു. പകരം ടേബിളിലിരുന്ന് സാധാരണ പാൽ കുടിച്ചു. എന്നിട്ട് അവൻ കട്ടിലിലേക്ക് വീണു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഭിരാം തറയിൽ കിടന്ന് പിടയാൻ തുടങ്ങി. വായിൽ നിന്ന് നുരയും പതയും വരുന്നത് പോലെ അവൻ അഭിനയിച്ചു.
മഹിമ പ്ലാൻ ചെയ്തതുപോലെ ഉറക്കെ നിലവിളിച്ചു. അയ്യോ, ഓടി വരണേ, എൻ്റെ ഭർത്താവിന് എന്തോ പറ്റുന്നേ. നിലവിളി കേട്ട് വിനയനും സുമതിയും ഓടി മുകളിലെത്തി. തറയിൽ കിടന്ന് പിടയുന്ന അഭിരാമിനെ കണ്ട് വിനയൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അഹാഹാ, തീർന്നു, എല്ലാം തീർന്നു. മേനൻ ഗ്രൂപ്പിൻ്റെ ഏക അവകാശി ഇനി ഞാനാണ്, വിനയൻ ആക്രോശിച്ചു. എന്താടാ വിനയ നീ പറഞ്ഞത്? പെട്ടെന്ന് തറയിൽ കിടന്നിരുന്ന അഭിരാം തികച്ചും സാധാരണക്കാരനായി എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുഖത്ത് ആ ഭ്രാന്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. വിനയും സുമതിയും ഞെട്ടി പിറകോട്ട് മാറി. നീ നിനക്ക് ഭ്രാന്തല്ലേ? നീ വിഷം കുടിച്ചില്ലേ? നിന്റെ അമ്മ കലർത്തിയ വിഷം നിന്റെ തന്ത കുടിക്കുംടാ. അഭിരാമിൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. പെട്ടെന്ന് മുറിയിലേക്ക് പോലീസ് കമ്മീഷണറും ഒരു കൂട്ടം പോലീസുകാരും ഇരച്ചു കയറി. അവരുടെ കൂടെ അഭിരാമിൻ്റെ വിശ്വസ്തനായ അസിസ്റ്റന്റ് വിക്രമം ഉണ്ടായിരുന്നു. അറസ്റ്റിതം, കമ്മീഷണർ ഉത്തരവിട്ടു. എന്ത് കുറ്റത്തിനാണ് സാർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? ഇവൻ ഭ്രാന്തനാണ്. ഇവൻ പറയുന്നതൊന്നും നിയമം അംഗീകരിക്കില്ല, സുമതി നിലവിളിച്ചു. ഞാൻ ഭ്രാന്തനല്ലെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതാ സാർ. അഭിരാം ഒരു ഫയൽ കമ്മീഷണർക്ക് നൽകി. പിന്നെ കഴിഞ്ഞ 5 വർഷമായി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകത്തിന് പിന്നിൽ ഇവരാണെന്ന് തെളിയിക്കാനുള്ള ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ ഇതാ. ഇന്ന് രാത്രി ഇവർ എനിക്ക് വിഷം തരാൻ പ്ലാൻ ചെയ്തതിൻ്റെ CCTV ദൃശ്യങ്ങളും വിനയൻ വിഷം വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലെ ബില്ലും എൻ്റെ കയ്യിലുണ്ട്. വിനയൻ്റെയും സുമതിയുടെയും മുഖത്ത് ചോര വറ്റെറിഞ്ഞു. അവർക്ക് രക്ഷപ്പെടാൻ ഒരിടവും ഇല്ലായിരുന്നു. പോലീസുകാർ അവരുടെ കൈകളിൽ വിലങ്ങ് വെച്ചു. അഭിരാം, നീ ഞങ്ങളെ ചതിച്ചല്ലേടാ, വിനയൻ ആക്രോശിച്ചു. ചതിയല്ലടാ ഇത്, ചങ്ങലക്കുള്ളിൽ കിടന്ന സിംഹത്തിൻ്റെ വേട്ടയാടൽ, അഭിരാം ഗർജിച്ചു. പോലീസുകാർ അവരെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ആ വലിയ തറവാട് പെട്ടെന്ന് നിശബ്ദമായി. മഹിമ ഒരു കോണിൽ ഇതെല്ലാം കണ്ടു വിറച്ചു നിൽക്കുകയായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. തൻ്റെ ഭർത്താവ് ഇത്രയും വലിയ കോടീശ്വരനാണെന്നും ഇത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ ആണ് നടപ്പാക്കിയതെന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അഭിരാം പതിയെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ അവളുടെ വിറക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി. പേടി മാറിയില്ലേ എൻ്റെ മണവാട്ടിക്ക്? അവൻ വളരെ പ്രണയാർദ്ദമായി ചോദിച്ചു. അഭിരാമേട്ടാ, ഞാൻ. മഹിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അഭിരാം അവളുടെ ഇടുപ്പിലൂടെ കൈകളിട്ട് ഒറ്റ വലിക്ക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കുസൃതിയോടെ ചിരിച്ചു. ഇനി എന്തിനാണ് കരയുന്നത്? ആ പഴയ ഭ്രാന്തൻ ഭർത്താവിനെയാണോ നിനക്കിഷ്ടം, അതോ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കോടീശ്വരനെയാണോ? എനിക്ക് എൻ്റെ അഭിരാമേട്ടനെ മാത്രം മതി, അത് ഭ്രാന്തനായാലും കോടീശ്വരനായാലും. മഹിമാവിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അഭിരാമിൻ്റെ കണ്ണുകൾ പ്രണയം ഇരച്ചു കയറി. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. മഹിമ ഞെട്ടി വിറച്ച് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം നീ അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം പകരമായി ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് തരും. മേനോൻ ഗ്രൂപ്പിൻ്റെ ഒരേ രാജ്ഞി ഇനി നീ മാത്രമാണ്. അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ അമർത്തി. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ മാറി പൗർണമി ചന്ദ്രൻ വലിപ്പത്തിൽ ഉദിച്ചുയർന്നിട്ടുണ്ടായിരുന്നു. അതവരുടെ പ്രണയം നിറഞ്ഞ പുതിയ ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു.